ഹായ്, ഇന്ന് ഞാൻ ഒരു പുതിയ യാത്രയിലാണ്. ഇന്ന് പുതിയ യാത്രയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. മറ്റൊന്നുമല്ല, ഭൂമിക്കടിയിലെ ക്ഷേത്രം. മലയാളികൾ ആരും സന്ദർശിക്കാത്ത ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കഴുകുമലയിലാണ്. വേട്ടുവൻ കോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. നിങ്ങളെ ഇപ്പം ഞാനൊരു മാജിക്ക് കാണിക്കാം, എന്താണെന്ന് കണ്ടു. അത്ഭുത മരമാണിത്, അത്ഭുത മരം. ഇങ്ങനെ ഈ മരത്തിനകത്ത് നമുക്ക് കയറി നിൽക്കാം. നല്ല പൂത്ത് വിളഞ്ഞു നിൽക്കുന്ന ഒരു മരമാണ്. പക്ഷെ ആ മരത്തിൻ്റെ പ്രത്യേകത ഇതാണ്, ഇതിനകത്ത് നമുക്ക് കയറി നിൽക്കാം. ഹായ്, ഞാൻ ഭൂമിക്കടിയിലുള്ള ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും കാണണം. ഇതാണ് കേട്ടോ എന്ത്, ഭൂമിക്കടിയിലെ ക്ഷേത്രം. കണ്ടോ, നല്ല കൊത്തുപണികളൊക്കെ ചേർന്ന, കല്ലിൽ കൊത്തിവെച്ച കൊത്തുപണികളൊക്കെ ചേർന്ന ഒരു ക്ഷേത്രം. അപ്പോൾ ഇതാണ് നമ്മൾ ഭൂമിക്കടിയിലെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന നടപ്പാതയാണ്. കുറേ സ്റ്റെപ്പുണ്ട് കേട്ടോ, അതൊക്കെ ഇറങ്ങി വേണം നമ്മൾ പോകാനായിട്ട്. ഇതൊക്കെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല കല്ലിൽ കൊത്തിവെച്ച ഒരു ഭീമമായ വലിയൊരു കല്ലാണ് കൊത്തി അതിനകത്ത് പുഷ്പങ്ങളൊക്കെ ശില്പകലകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ കല്ലിൽ കൊത്തിവെച്ച ഒരുപാട് പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റും. ആ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ മുൻവാതിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ദൈവങ്ങളൊക്കെ ഉണ്ട്, ആരാധനകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ചെറിയ കൊത്തുപണികൾ നിങ്ങളെ ഞാൻ കാണിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഒറ്റ കല്ലിലാണ് ഇതെല്ലാം കൊത്തിവെച്ചിരിക്കുന്നത്. പാണ്ഡ്യ, ചോള, ചേര രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രമാണിത്. ഇത് കണ്ടോ, കല്ലിൽ കൊത്തിവെച്ചാണ്. ഇതൊക്കെ ഇപ്പം കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇത് പുതുമ പോലെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോഴും കണ്ടാലും പുതുമയായിട്ടാണ് നമുക്ക് തോന്നുക. അതുപോലെ ഫ്രഷ് ആയിട്ട്. അപ്പം എന്തുമാത്രം എഫേർട്ട് എടുത്താണ് അവരൊരു വലിയ കല്ല്, ഭൂമിക്കടിയിലുള്ള ഈ കല്ല് തുറന്ന് ഈ കല്ലിന് നല്ല വൃത്തിയുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വലിയൊരു പാറ മോളിൽ നിന്ന് ഭൂമിക്കടിയിലോട്ട് കൊത്തുപണി ചെയ്ത് വന്നാണ്. നമ്മുടെ അജന്ത എല്ലോറ ഗുഹകൾ അറിയാമല്ലോ, ക്ഷേത്രങ്ങൾ, അജന്ത എല്ലോറ, അതുപോലെ തന്നെയുള്ള ഒരു മോനുമെന്റ്സ് ആണ് ഇതും. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ കല്ല് താഴോട്ട് കൊത്തി അതിലാണ് ഈ കൊത്തുപണികളെല്ലാം ചെയ്ത് ക്ഷേത്രമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം. സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. എല്ലാവരുടെയും പ്രതിമകൾ കൊത്തി വെച്ചിട്ടുണ്ട്. സ്ത്രീകളെയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അന്നത്തെ ചിത്രകലാകാരന്മാർ കൊത്തിവെച്ചിരിക്കുന്നത്. അവരുടെ ശരീരവും മുഖവും ഒക്കെ നല്ല ഭംഗിയായിട്ട്. കുറച്ചൊക്കെ അടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട്, അടന്നു പോയിരിക്കുന്നതാണ്. മുഖവും ശരീരഭാഗങ്ങളൊക്കെ അടന്നു പോയിട്ടുണ്ട്. അത് കാലാകാലങ്ങളായിട്ടുള്ള കല്ലല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഈ ശിലയിൽ കണ്ടോ ഒരു സ്ത്രീയുടെ കൊത്തുപണി ഉള്ളതാണ്, കൊത്തുപണി ചെയ്തിരിക്കുന്നതാണ് കല്ലിൽ. പക്ഷേ അവരുടെ മുഖം കണ്ടോ അടന്നു പോയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ. ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നത്തെ യുദ്ധങ്ങളിൽ വരുന്ന വീഴ്ചകളാണ്. അതായത് യുദ്ധങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അടർന്നു പോകുന്നത്, അതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഇത് കണ്ടോ, ഒരുപാട് പലതരത്തിലുള്ള രീതിയിലുള്ള കൊത്തുപണികൾ, കലകളാണ്. അന്നത്തെ അവരുടെ കലകൾ മുഴുവൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അന്നത്തെ അവരുടെ എന്താണ് ഭാവനകളെല്ലാം തന്നെ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ കൈയൊന്നുമില്ല. കൈയെല്ലാം അങ്ങനെ അടന്നു പോയതാണ്, നഷ്ടപ്പെട്ടു പോയതാണ്. യുദ്ധങ്ങൾ, ഈ പാണ്ഡ്യ, ചോള, ചേര അവരുടെ യുദ്ധങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, അതൊക്കെയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിലപിടിപ്പുള്ള ഈ പ്രതിമകൾക്ക് ഇങ്ങനൊരു സംഭവം വന്നത്. അപ്പം നമ്മൾ ഇനി കാണേണ്ടത് കണ്ടോ, പലതരത്തിലുള്ള രാജാക്കന്മാരുടെ, അന്നത്തെ രാജാക്കന്മാരുടെ രൂപങ്ങളാണ്, ഈ പ്രതിമകളാണ് കുത്തിവെച്ചിരിക്കുന്നത് കണ്ടോ. ഓരോ മുദ്രകളും കാണിച്ചിട്ടുണ്ട്. ഓരോ ഇരിപ്പും മുദ്രകളും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ എന്താണ് ഇത് കണ്ടോ, ഇതൊക്കെ അന്നത്തെ കാലത്തെ ശകലം അവർക്ക് ജൈന വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ
ആ സന്യാസിമാരുടെ പ്രതിമകളും ഇതിലൂടെ കൊത്തിവെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അന്നത്തെ രാജാക്കന്മാര് ഈ വിശ്വാസത്തിൽ ചേർന്ന് പോയിക്കൊണ്ടിരുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പാണ്ഡ്യ, ചോള, ചേര അവരെല്ലാം പരാന്തക ആ വംശത്തിൽപ്പെട്ടവരെല്ലാം ജൈനന്മാരുടെ വിശ്വാസങ്ങളെ അന്വയിപ്പിച്ച് പോയിക്കൊണ്ടിരുന്നവരാണ്. നമുക്ക് ഈ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ, ഈ പ്രതിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം വളരെ നല്ല വൃത്തിയായിട്ടാണ് അവരതെല്ലാം കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ കൊത്തുപണികളിലെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഈ കൊത്തുപണികളിലെ പ്രതിമകൾക്കൊന്നും മൂക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ